ബിഗ് ബോസ് സീസൺ 4 താരമായിട്ടുള്ള ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെ വാഹനങ്ങൾ അത് എത്ര രൂപയ്ക്കാണ് ഡോക്ടർ റോബിൻ ആ വാഹനങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളത്? ഇതിനെപ്പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ ബിഗ് ബോസ് താരങ്ങളുടെ വാഹനങ്ങളെ പറ്റി വീഡിയോ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ആരുടെയാണ് നിങ്ങൾക്ക് ആദ്യം വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് പറഞ്ഞതാണ് ഡോക്ടർ റോബിൻ്റെയാണ് ആദ്യം വേണ്ടതെന്ന്. പിന്നെ ഒരുപാട് പേര് അഖിൽ മാരാറിൻ്റെ പറഞ്ഞു, ഒരുപാട് പേര് റോൺസൻ്റെ പറയുന്നുണ്ടായിരുന്നു. റോൺസൻ്റെ വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇറങ്ങുന്ന പ്രീമിയം അല്ലെങ്കിൽ സാധാ വാഹനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാനും റോൺസൻ്റെ പക്കലുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി നല്ല രീതിയിൽ അന്വേഷിച്ചാൽ മാത്രമേ റോൺസൻ്റെ ഫുൾ വാഹനങ്ങളെപ്പറ്റി നമുക്ക് പറയാൻ കഴിയുള്ളൂ. പിന്നീട് പ്രീമിയം കാറുകൾ ഉപയോഗിക്കുന്നത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാല്യുബിൾ ആയിട്ടുള്ള കാറുകളും ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ഇനി നിങ്ങൾക്ക് ആരുടെ കാറുകളെ പറ്റിയാണ് അറിയേണ്ടത് അല്ലെങ്കിൽ ആരുടെ വാഹനങ്ങളെ പറ്റിയാണ് അറിയേണ്ടതെന്ന് തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അതായിരിക്കും നമ്മളുടെ അടുത്ത വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നീട് ബിഗ് ബോസ് സീസൺ 6ൻ്റെ അപ്ഡേറ്റുകളും അതിൻ്റെ പ്രൊഡിക്ഷൻ ലിസ്റ്റുകളും എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ചാനലിൽ ബിഗ് ബോസ് സീസൺ 6ൻ്റെ ലൈവ് അപ്ഡേറ്റ്സും ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാതെയാണ് ഒരുപാട് വ്യൂവേഴ്സ് വീഡിയോ കാണുന്നത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെയും അതുപോലെ തന്നെ ബിഗ് ബോസിനെയും ഇഷ്ടമുള്ളവർ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ ഡോക്ടർ റോബിൻ ആദ്യമായിട്ട് സ്വന്തമാക്കിയ കാറ്, അതായത് ബിഗ് ബോസിന് മുന്നേ തന്നെ ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയ ഒരു കാറായിരുന്നു ഷെവർലെ ഹൈറ്റിൻ്റെ ക്രൂസ് എന്ന് പറയുന്ന ഒരു കാറ്. ആ ഒരു ക്രൂസ് കാറിലായിരുന്നു ഡോക്ടർ റോബിൻ ബിഗ് ബോസിന് ശേഷമൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇനോഗ്രേഷനൊക്കെ പോകുന്നുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് ഒരു സ്ഥലത്ത് ഡോക്ടർ റോബിൻ ഇനോഗ്രേഷന് പോകുന്ന വഴി ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ആ കാറ് ആകെ അടപടലം പൂട്ടി പോവുകയും ചെയ്തു. പിന്നീട് ആ കാറ് ഡോക്ടർ റോബിൻ ഗ്യാരേജിൽ കൊണ്ടുപോയിട്ട് ഇത് ശരിയാക്കാൻ എത്ര നാളെടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഏകദേശം 6 മാസത്തെ പണി ഈ ഒരു കാറിൽ ചെയ്യണം, ആകെ പോയിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ റോബിൻ അടുത്തൊരു കാറ് വാങ്ങാനായിട്ട് തീരുമാനിക്കുകയും അങ്ങനെ മറ്റൊരു കാറിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഈ ഒരു ക്രൂസ് കാറിന് ഡോക്ടർ റോബിൻ അന്ന് കൊടുത്തത് 14 ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു ക്രൂസ് കാർ ഡോക്ടർ റോബിൻ വാങ്ങേണ്ടായത്. അത് ബിഗ് ബോസ് സീസൺ 4ന് മുന്നായിരുന്നു. പിന്നീട് ആ ഒരു ക്രൂസ് കാർ പോയതിന് ശേഷമാണ് ഡോക്ടർ റോബിൻ അടുത്ത ഒരു വണ്ടിയിലേക്ക് മാറിയത്. അത് താറായിരുന്നു. SUV താറായിരുന്നു. ഡോക്ടർ റോബിൻ അന്ന് 10 ലക്ഷം രൂപയ്ക്കാണ് ആ ഒരു താറ് സ്വന്തമാക്കിയത്. പിന്നീട് അതിലായിരുന്നു ഡോക്ടർ റോബിൻ ഒരുപാടധികം ഇനോഗ്രേഷനൊക്കെ പോകുന്നുണ്ടായിരുന്നത്. പിന്നെ ഡോക്ടർ റോബിൻ്റെ വീടും സ്ഥലങ്ങളൊക്കെ കാണിച്ചിട്ട് ഡോക്ടർ റോബിൻ ഇൻസ്റ്റയിൽ ഒരുപാടധികം പോസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റുകൾ എല്ലാത്തിലും ഈ ഒരു താറ് വണ്ടിയും നിങ്ങൾക്ക് ആ ഒരു വീടിന് മുന്നിൽ കാണാവുന്നതാണ്. പിന്നീട് അധികം പുറത്തിറക്കേണ്ടി വന്നിട്ടില്ല, കാരണം അടുത്തൊരു പ്രീമിയം കാറിലേക്ക് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ പോയി. അപ്പോൾ ഡോക്ടർ റോബിൻ രണ്ടാമത് വാങ്ങിയത് താർ SUV 10 ലക്ഷം രൂപയ്ക്കായിരുന്നു. പിന്നീടാണ് ഡോക്ടർ റോബിൻ മൂന്നാമതായിട്ടൊരു പ്രീമിയം കാർ BMW പ്രീമിയം കാർ ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയത്. അത് സെക്കൻഡ് ഹാൻഡ് ആയിരുന്നു. ഡോക്ടർ റോബിൻ്റെ അന്നത്തെ കൂട്ടുകാരനായിട്ടുള്ള ഷാലു പയ്യാട് വഴി ഒരു സെക്കൻഡ് ഹാൻഡ് കാർ ഏകദേശം ഡോക്ടർ റോബിൻ 25 ലക്ഷം രൂപയ്ക്കാണ് അത് സ്വന്തമാക്കിയത്. അതിൽ പിന്നെ ആയിരുന്നു കുറച്ചധികം കോൺട്രവേഴ്സീസിലും ഡീഗ്രേഡിങ്ങിലൊക്കെ പെട്ടിട്ട് ഡോക്ടർ റോബിൻ BMW കാർ മേടിച്ചത്. ഏതാണ്ട് 1 ലക്ഷം രൂപ പേയ്മെൻറ്റ് കൊടുത്തു, ബാക്കി അടച്ചോളാന്ന് പറഞ്ഞിട്ട് EMI അടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു ഷാലു പയ്യാട് ഡോക്ടർ റോബിനും തമ്മിലുള്ള ആ ഒരു പ്രശ്നത്തിൻ്റെ ഇടയിലൊക്കെ ഇൻ്റർവ്യൂവിൽ ഷാലു വന്നിരുന്ന് പറഞ്ഞ കാര്യമാണ്, എൻ്റെ കഷ്ടകാലത്തിനാണ് ഞാൻ അവന് BMW കാർ മേടിക്കാനായിട്ട് കൂട്ടുന്നത്. ഇപ്പോൾ EMI കാരൊക്കെ എന്നെയും വിളിക്കുകയാണ്, അവന് EMI അടക്കാത്തൊരു അങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു BMW കാർ ഒന്ന് ഫെയിമായി വന്നത്, ഡോക്ടർ റോബിൻ്റെ BMW. അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ മൂന്നാമത് വാങ്ങിയതാണ് BMW പ്രീമിയം കാറായിരുന്നു. സെക്കൻഡ് ഹാൻഡാണ് വാങ്ങിച്ചത്. 25 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിച്ചത്. ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ നാലാമതായിട്ട് സ്വന്തമാക്കിയ പ്രീമിയം കാറായിരുന്നു ലാൻഡ് റോവർ. ഏകദേശം 50 ലക്ഷം രൂപയ്ക്കാണ് ഡോക്ടർ റോബിൻ ആ ഒരു ലാൻഡ് റോവർ കാറ് സ്വന്തമാക്കിയത്. BMW ഒക്കെ കോൺട്രവേഴ്സീസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ലാൻഡ് റോവറും കൂടി സ്വന്തമാക്കിയപ്പോൾ ഏകദേശം ഡോക്ടർ റോബിൻ്റെ ഭാഗത്താണ് ന്യായമെന്നൊക്കെ ഡോക്ടർ റോബിൻ്റെ ഫാൻസ് ഒരുപാട് പേര് ആ ഒരു സമയത്ത് വിശ്വസിക്കാൻ പറ്റി. കാരണം ആ ഒരു സമയത്ത് BMW EMI അടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡോക്ടർ റോബിനോട് മറ്റേ ഷാലു പയ്യാട് ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്ന് ആ ഒരു പറഞ്ഞു നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു ലാൻഡ് റോവർ സ്വന്തമാക്കുകയും പിറ്റന്നാൾ തന്നെ ഒരു ഇനോഗ്രേഷന് ഭാഗമായിട്ട് ഡോക്ടർ റോബിൻ ആ ഒരു ലാൻഡ് റോവറിൽ അടിപൊളിയായിട്ട് വന്നിറങ്ങുകയും അതിൻ്റെ മറ്റേ റൂഫൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ആളുകൾ ഒക്കെ വിഷ് ചെയ്യുന്നതൊക്കെ ആ ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കാണണം ഒരു ഷോപ്പിന് ഇനോഗ്രേഷൻ വന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ റോബിൻ്റെ നാലാമത്തെ വണ്ടി ലാൻഡ് റോവർ ബ്ലാക്ക് കളർ 50 ലക്ഷം രൂപയ്ക്കാണ് ഡോക്ടർ റോബിൻ സ്വന്തമാക്കിയത്. ഇതൊക്കെ റോബിൻ ഇൻസ്റ്റഗ്രാം പേജിൽ കയറി കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിയൊക്കെ കാണാവുന്നതാണ്. പിന്നീടാണ് എല്ലാവരും കാത്തിരുന്നത്, അല്ലെങ്കിൽ ഡോക്ടർ റോബിൻ്റെ ആ ഒരു ഇമേജിനെ തന്നെ നല്ല രീതിയിൽ
അഫക്റ്റ് ചെയ്ത ഒരു കാറ് പോർഷെ പനമേര. ഇൻ്റർനാഷണൽ പേജുകളിൽ വരെയും പോർഷ കമ്പനികളുടെ പോസ്റ്റിൽ വരെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ ടാഗ് ചെയ്തുകൊണ്ട് കമൻറ്റ് ചെയ്യുന്ന ഒട്ടനവധി ആളുകൾ. പോർഷെ പനമേര ഡോക്ടർ റോബിൻ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാടധികം ട്രോളുകൾ. ഇപ്പോൾ കേരളത്തിൽ പോർഷെ പനമേര കേൾക്കാത്തവർ പോലും പോർഷെ പനമേര എന്ന് പറഞ്ഞ വണ്ടി കേൾപ്പിച്ച ഒരാൾ തന്നെയാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. അപ്പോൾ കേരളത്തിലെ അതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ വേണമെങ്കിൽ ഡോക്ടർ റോബിൻ ആക്കാം എന്നുള്ള സ്ഥിതിയിലേക്ക് വരെയും ആ ഒരു കാറിൻ്റെ കോൺട്രവേഴ്സീസ് ഡോക്ടർ റോബിനെ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഏറ്റവും അവസാനം ഈ ഒരു കൊല്ലം അല്ല, ഇപ്പോൾ 2024 2023 അവസാനമായപ്പോൾ ഡോക്ടർ റോബിൻ അങ്ങനെ അതും സ്വന്തമാക്കി. ഷാർജ സിറ്റി സെൻറ്ററിൽ ഡോക്ടർ റോബിൻ ബി ഫെർബിൻ ഇനോഗ്രേഷന് പോയി. അതിനുശേഷം അബുദാബിയിൽ നിന്നായിരുന്നു പോർഷെ പനമേര 1.5 കോടി രൂപയ്ക്ക് 1,50,00,000 രൂപയ്ക്ക്, നമ്മുടെ ഇന്ത്യയിൽ 1,68,00,000 രൂപയാണ്, അബുദാബിയിൽ 1,50,00,000 രൂപയാണ്. അവിടെ നിന്നാണ് ഡോക്ടർ റോബിൻ ആ ഒരു പോർഷെ പനമേര നീല കളർ സ്വന്തമാക്കിയത് 1.5 കോടി രൂപയ്ക്ക്. ഒട്ടനവധി കോൺട്രവേഴ്സീസിന് ഇരയായ ഒരു ഇത് തന്നെയായിരുന്നു. ഡോക്ടർ റോബിൻ ഒരു സ്കൂളിൽ ഇനോഗ്രേഷന് പോയ സമയത്ത് ഷാലു പയ്യാടിനെ നല്ല ഷൗട്ട് ചെയ്ത് ചീത്ത പറഞ്ഞുകൊണ്ട് എനിക്ക് ലാൻഡ് റോവർ ഉണ്ടാ, ഞാൻ BMW EMI അടക്കുന്നില്ല എന്നൊക്കെ അവൻ വായ തോന്നിയത് വിളിച്ച് പറയാൻ നിൽക്കരുത്, ഞാൻ പോർഷെ പനമേര വാങ്ങുന്നുണ്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല രീതിയിൽ ഷൗട്ട് ചെയ്ത ആ ഒരു കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നല്ല ട്രോളുകളായി മാറിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഡോക്ടർ റോബിൻ ആ ഒരു പോർഷെ പനമേര സ്വന്തമാക്കിയതിന് ശേഷം ആ ട്രോൾ ചെയ്ത ആൾക്കാരൊക്കെ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്ത് വീണ്ടും ട്രോൾ ചെയ്യുന്ന ഒരു പ്രക്രിയയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് മോശമാക്കി ട്രോൾ ചെയ്ത ആൾക്കാരൊക്കെ ഇന്ന് അവൻ നേടി എന്നുള്ള രീതിയിൽ ഒക്കെ ട്രോൾ ചെയ്യുന്ന KGF പരിപാടിയൊക്കെ ഇട്ടിട്ട് ട്രോൾ ചെയ്യുന്നതൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ 5ാമതായിട്ട് സ്വന്തമാക്കിയ പ്രീമിയം കാറാണ് 1.5 കോടി രൂപയ്ക്ക് നീല കളർ പോർഷെ പനമേര. അങ്ങനെ ഡോക്ടർ റോബിൻ്റെ 5 കാറുകളും ഇതാണ്. ഡോക്ടർ റോബിൻ ഇതുവരെ സ്വന്തമാക്കിയ 5 കാറുകൾ. ഇനിയും ഒരുപാടധികം കാറുകൾ സ്വന്തമാക്കാൻ പറ്റട്ടെ. പണ്ട് ബിഗ് ബോസ് സീസൺ 4 എപ്പിസോഡിന് ഇടയിൽ ലാലേട്ടൻ വന്നിട്ട് ആരാണ് ഇവിടെ പൊങ്ങച്ചം പറയുന്നതെന്ന് നമ്മുടെ എൽഷാ പ്രസന്നോട് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരി തെറ്റി എന്ന് പറഞ്ഞു റോൺസൺ ചേട്ടനാണ്. റോൺസൺ ചേട്ടൻ ഒരുപാടധികം കാറും വണ്ടികളും വീടും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം പറയാറില്ല, പക്ഷെ അതിനെപ്പറ്റി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് പറയാറുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സംസാരം ഇങ്ങനെ എത്തി പോയ സമയത്താണ് ഡോക്ടർ റോബിൻ അവിടെ വെച്ച് പറഞ്ഞത്, കാറുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ആണ്, എനിക്ക് ഒരുപാടധികം കാറുകൾ വാങ്ങണമെന്നുണ്ടെന്നൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ റോബിൻ. അങ്ങനെ ഇപ്പോൾ ഒരുപാടധികം കാറുകൾ ഇങ്ങനെ വാങ്ങണമെന്ന് ആഗ്രഹിച്ച ഒരാൾ 5 കാറ് വരെയും എത്തി. ഇപ്പോൾ 3 പ്രീമിയം കാറും 2 ഒരു താറും ഒരു ഷെവർലൈറ്റുമാണ് ഉള്ളത്. ആ ഒരു ഷെവർലൈറ്റ് ശരിയാക്കി ഡോക്ടർ റോബിൻ എടുത്തിട്ടുണ്ട് ഇപ്പോൾ. അങ്ങനെ ഏകദേശം 3 കോടി രൂപ അടുത്ത് ആ ഒരു പ്രൈസ് വരുന്ന കാറുകൾ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഇതുവരെ സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി മറ്റ് ആരുടെ കാറുകളുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് അറിയേണ്ടത്, ബിഗ് ബോസ് താരങ്ങളുടെ, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തവർ കാണുന്ന വ്യൂവേഴ്സ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാനും കൂടി ശ്രമിക്കുക. താങ്ക്